ഈ ദരിദ്രരും പാവങ്ങളും ആദ്യം കൊല്ലപ്പെടും എന്നുള്ളേ ഉള്ളൂ. ബാധിക്കുന്ന എല്ലാവരും ക്രമേണ മിഡിൽ ക്ലാസ്സിൻ്റെ വിചാരം നിങ്ങളിതൊന്നും ബാധിക്കില്ലെന്നാണ്. നിങ്ങൾ മരിക്കില്ലെന്നാണ് ഞങ്ങളുടെ വിചാരം. നമ്മൾ മരിക്കുകയും നമ്മൾ കൊല്ലപ്പെടും. വെറുതെ ഒരു തമാശ പറയുന്ന റാപ്പുകൾ സിനിമകളിൽ കാണാൻ നമുക്ക്. അതുപോലും നമ്മുടെ ലിറിക്കൽ പാരമ്പര്യത്തോട് തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്തുന്നവർ ആ നിലയ്ക്ക് റിബലാണ്. ആന്ധ്രയിൽ ആക്ടിവിസ്റ്റുകളായ ആന്ധ്രയിലെ ഗ്രാമീണരായിട്ടുള്ള സ്ത്രീകൾ ക്യാമറ പഠിച്ചു സിനിമ ഷൂട്ട് ചെയ്യുന്ന ഈ അവരുടെ ഇഷ്യൂസ് ഷൂട്ട് ചെയ്യുന്ന അവരൊക്കെ ഇവിടെ വന്ന് ഈ ഫെസ്റ്റിവൽ കവർ ചെയ്യുന്നു. ഇപ്പോൾ ജാതി രാഷ്ട്രീയം ഇടതുപക്ഷക്കാരൻ ഒരു കാലത്തും 20-ാം നൂറ്റാണ്ടിലൊന്നും കുടിച്ച വെള്ളത്തിലും അവർ ദർശിച്ചിരുന്നില്ല. നിശബ്ദമായിട്ട് കവിത ഭൂമിക്കടിയിലെ ഉറുമ്പുകളെ പോലെ സഞ്ചരിക്കുന്നുണ്ട് ഭാഷകളിൽ നിന്നും ഭാഷകളിൽ. ഇന്ത്യൻ ഭാഷകളിൽ തന്നെ അതിൻ്റെ പല ശ്രമങ്ങൾ നടക്കുന്നു. മാവൂർ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളെ സക്സസ് ആയതിൻ്റെ പിന്നിൽ പോലും ആ ഡോക്യുമെൻ്ററിക്ക് റോളുണ്ട്. ഇപ്പം മലയാളത്തിലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം ബാക്കിയെല്ലാം കൊമേഴ്ഷ്യൽ സിനിമകളിലെ മ്യൂസിക്കിൽ നമുക്ക് മനസ്സിലാകും, അതിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ വിഷൻസ് ഉണ്ടാകും, അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് എല്ലാം കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇപ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ലാറ്റിൻ റാപ്പ് പോലെയോ അല്ലെങ്കിൽ ആഫ്രിക്കൻ റാപ്പ് സംഗീതം പോലെയോ അത്രയും ആ രീതിയിലേക്ക് മലയാളത്തിലുള്ള റാപ്പ് കൾച്ചർ മാറുന്നുണ്ടോ? അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് അത്രയും പൊളിറ്റിക്കൽ ആവാൻ ഇവിടെ സാധിക്കുന്നുണ്ടോ? ഞാൻ ഈ പുതിയ ഫോമിൽ അത്ര എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആളല്ല. പക്ഷേ ഒരു ഒബ്സർവർ എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു ചെറുപ്പക്കാർ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കളുടെ ജനറേഷൻ, എൻ്റെ മക്കളൊക്കെ പാട്ട് കേൾക്കുന്നത് അവരൊക്കെ അവരുടേതായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അറ്റംപ്റ്റുകൾ നടക്കുന്നുണ്ട്. ഒരു ഗ്ലോബലായൊരു മ്യൂസിക് ട്രൈ ചെയ്യുന്നുണ്ടോ? നമ്മുടെ നേറ്റീവ് ട്രഡീഷൻസിനൊന്നും അവർ അവഗണിക്കുന്നൊന്നുമില്ല. പക്ഷെ ആ നേറ്റീവ് ട്രഡീഷൻസിൽ വർഷങ്ങളോളം കണ്ടംപ്ലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്ലാസിക്കൽ ഒരു ഫൗണ്ടേഷൻ അവർക്കില്ല എന്നുള്ള പരാതിയാണ് ഉള്ളത്. ആ പരാതി അവർ പോസിറ്റീവായിട്ടും കാണണം, അവരെ തിരിച്ച് പോസിറ്റീവായിട്ട് ഇത് പറയുന്നവരും കാണണം. കാലത്തിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു get a training in the foundational training in even western classics-ലാവാം. കാര്യം വേറൊരു എഡ്യൂക്കേഷൻ അവർക്കല്ല ഉള്ളതെന്ന് പറയുന്നത് ഇപ്പം ഷായൽക്കോസ്കിയോ അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിഷ്യൻസിനെ നിങ്ങൾക്ക് ഫിംഗർ ടിപ്പിലുണ്ട്. ഞങ്ങളൊക്കെ ബെയ്തോവനോ മൊസാർട്ടോ അതൊക്കെ ഒരുപാട് വലുതായതിനു ശേഷം തപ്പിപ്പിടിച്ച് വളരെ ഞാനത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെയാണ് ആളിൽ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ അത് തന്നെ നമുക്ക് അവൈലബിലിറ്റി ഇല്ല. CD-യുടെ കാലത്തൊക്കെ നമ്മൾ CD ഒക്കെ കിട്ടണം, സംഘടിപ്പിക്കണം. ഇപ്പം അതല്ല. ഇപ്പം ഞാൻ ഒരു ദിവസം ഇവിടെ വീട്ടിൽ കയറി വരുമ്പോഴത്തേക്ക് എൻ്റെ മകൾ ആരും പറഞ്ഞു കൊടുക്കുക ഷായൽക്കോസ്കിയുടെ മ്യൂസിക് കേൾക്കുക യൂട്യൂബിൽ ഇട്ടിട്ട്. അപ്പോൾ ഇറ്റ് ഈസ് അവൈലബിൾ. ഗ്ലോബലി ലോകത്തിൽ ഏറ്റവും നല്ല സംഗീതം അവൈലബിളാണ്. അതുകൊണ്ട് തന്നെ അവർ ലോകത്തിലെ എല്ലാ മ്യൂസിക്കുകളും സ്വാംശീകരിച്ച് പുത്തൻ സംഗീതം ഉണ്ടാക്കണം. അതിനുള്ള അറ്റംപ്റ്റുകൾ റെയറായിട്ടെങ്കിലും ചെറുപ്പക്കാർക്കിടയിൽ ഞാൻ കാണുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ട് വളരെ സെൻസിറ്റീവാണ്. എനിക്ക് തോന്നുന്നത് മറ്റ് പല മാധ്യമങ്ങളെ അപേക്ഷിച്ച് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കൊക്കെ ചെയ്യുന്നത് പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു. പിന്നെ അവരെ രാഷ്ട്രീയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പരമ്പരാഗതമായ പുരോഗമന രാഷ്ട്രീയം ഇൻ കോട്സ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് പരമ്പരാഗതമായ ഇടതുപക്ഷ രാഷ്ട്രീയം ഒക്കെ പറയുന്നവർക്ക് അവരുടെ ഒരു യാഥാസ്ഥികത്വമുണ്ട്. അവർക്കൊരു പുതിയ തലമുറയുടെ ഒരു പല തരം ആംബിഗസായ രാഷ്ട്രീയ നിലപാടുകളും കോൺട്രഡിക്ഷൻസ് ഒക്കെ ഉള്ളൊരു ആംബിഗസ് രാഷ്ട്രീയ നിലപാടുകളുണ്ട് ചെറുപ്പക്കാർ. അവർ ഒരേ സമയം മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ആസ്വദിക്കുകയും പിന്നെ അത്തരം ഒരു പോപ്പ് വേൾഡിൻ്റെ അകത്ത് നിൽക്കുകയും എന്നാൽ ആദർശങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോൺട്രഡിക്ഷൻസ് അവർ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ മാറിയ ലോകത്ത് സർവൈവ് ചെയ്യാൻ ചെറുപ്പക്കാർ ശ്രമിക്കുമ്പോഴുള്ള കോൺട്രഡിക്ഷൻസ് കുറേ കൂടെ സമഭാവനയോടെ കാണുകയും അതിൻ്റെ ഇടപെടുകയൊക്കെ ചില നിങ്ങൾ പറഞ്ഞ വളരെ പ്യൂരിറ്റനായ ഒരു പഴയ ഒരു പ്രാചീന കമ്മ്യൂണിസ്റ്റായിട്ടൊന്നും അല്ലെങ്കിൽ വലിയൊരു പഴയതരം 20-ാം നൂറ്റാണ്ടിലെ പുരോഗമനവാദത്തിൻ്റെ ഒരു ക്ലാസിക്കൽ മാർക്സിസ്റ്റിൻ്റെ അപ്രോച്ചിൽ വന്നതിനെ കാണും. അതൊരു മനുഷ്യനെ മുഴുവനും മാനവികത എന്നൊക്കെ ഉള്ള നിലയ്ക്ക് കാണുന്ന ഹ്യൂമൻസ് അങ്ങനല്ല. ഇപ്പോൾ ജാതി രാഷ്ട്രീയം ഇടതുപക്ഷക്കാരൻ ഒരു കാലത്തും 20-ാം നൂറ്റാണ്ടിലൊന്നും കുടിച്ച വെള്ളത്തിലും അവർ ദർശിച്ചിരുന്നില്ല. അതൊക്കെ മാറി. ഇപ്പം അംബേദ്കറിനെ പോലത്തെ ആളുകൾ അവർക്ക് മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ ജാതി രാഷ്ട്രീയം, വംശീയമായിട്ടുള്ള വിഭജനം, ജെൻഡർ, പിന്നെ ജെൻഡറിൽ തന്നെ LGBTQ പോലത്തെ വിഷയങ്ങൾ ഇതൊക്കെ പുതിയതായിട്ട് പൊന്തി വന്ന വിഷയങ്ങളാണ്. അതുപോലെ ആദിവാസികളും മൃഗങ്ങളും മറ്റ് ജീവികളും ഒക്കെ ഉള്ള പ്രധാനമാണ്. ഭൂമി തന്നെ വലിയൊരു ത്രെറ്റിനെ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല ലെയറിലേക്ക് നമ്മുടെ സോഷ്യൽ അവയർനെസ് മാറുന്ന കാലത്തിൻ്റെ കോൺട്രഡിക്ഷൻസ് പുതിയ ചെറുപ്പക്കാർ നമ്മൾക്കാളും കൂടുതൽ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ കൂടെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അല്ലാതെ ഞാനതിൽ അല്ലാതെ അവസാന വാക്ക് പോലെ അവരുടെ പൊളിറ്റിക്കലി ശരിയാണോ എന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എനിക്ക് പറയാറുണ്ട്. തീർച്ചയായിട്ടും വളരെ അപ്പൊളിറ്റിക്കലായിട്ട് ഇതിനെ കാണുന്ന ആളുകൾ അങ്ങനത്തെ വർക്കുകളും ഉണ്ടാവും. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വളരെ പൊളിറ്റിക്കലായ വർക്കുകളും കാണും. എന്തായാലും റാപ്പ് ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ടാണ് അതിൻ്റെ ഹിസ്റ്ററി കിടക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ആഫ്രോ അമേരിക്കൻ ാണ്.
ആ നിലയ്ക്ക് ഒരു റാപ്പ് നമ്മൾ കേട്ട് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ സൗണ്ട് പാറ്റേണിൽ തന്നെ ഒരു എലമെന്റ് ഓഫ് റിബലുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പലസ്തീനി പെൺകുട്ടിയുടെ വെടി പൊട്ടും പോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നടന്ന് അത് ലോകത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് നീതിയെ കുറിച്ചിട്ടുള്ള. അപ്പം റാപ്പിന് എപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ചോദ്യം ചെയ്യലിൻ്റെയും ഒരു വിചാരണയുടെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ അടിസ്ഥാനപരമായ പൊളിറ്റിക്കൽ ക്യാരക്ടറുള്ള ഒരു ജോണറാണ് അത്. കേരളത്തിലെ റാപ്പിൻ്റെ അകത്ത് അതുണ്ട്. ഒരു തമാശ റാപ്പിൻ്റെ അകത്ത് പോലും അതുണ്ടെന്ന് എൻ്റെ അഭിപ്രായത്തിൽ. റിബലുണ്ട് അതിൻ്റെ ഒരു തമാശ, വെറുതെ ഒരു തമാശ പറയുന്ന റാപ്പുകൾ സിനിമകളിൽ കാണാൻ നമുക്ക്. അതുപോലും നമ്മുടെ ലിറിക്കൽ പാരമ്പര്യത്തോട് തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്തുന്നവർ ആ നിലയ്ക്ക് റിബലാണ്. ഞാനതിനങ്ങനെ കാണും. കൗണ്ടർ മ്യൂസിക് എന്ന് പറയാം. ഒരുപാട് ഡോക്യുമെന്ററികൾക്ക് വേണ്ടി ഒരുപാട് നടന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഡോക്യുമെന്ററിക്ക് ഒരു സ്പേസ് ഇവിടെ ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഒരുപാട് ഫണ്ടിങ് ഒക്കെ ഡോക്യുമെന്ററികൾക്ക് വേണ്ടി ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ പല മൾട്ടിനാഷണൽ കമ്പനികൾ പോലും ഡോക്യുമെന്ററികളെ ഫണ്ട് ചെയ്യുന്നുണ്ട്. താല്പര്യങ്ങളുണ്ടായിരിക്കാം, പക്ഷെ അപ്പോൾ പോലും ഡോക്യുമെന്ററികൾ ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിർമ്മിക്കപ്പെടുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ? ആളുകൾ കാണുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ? മൾട്ടിനാഷണൽ അല്ലെങ്കിൽ CSR ഫണ്ടുകളോ ഫോറിൻ ഫണ്ടുകളോ ഒക്കെ ഡോക്യുമെൻ്ററി നിർമ്മിക്കാൻ ഇപ്പോൾ വരുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് തോന്നുന്നത് നേരെ തിരിച്ചാണ്. ഇന്ത്യയിൽ പിന്നെ 90s പ്രത്യേകിച്ച് വീഡിയോ ഫിലിം മേക്കിംഗ് ഒക്കെ ഒന്ന് ബലപ്പെട്ട് വന്ന കാലത്ത് വ്യാപകമായി അതുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിലൊക്കെ അതെല്ലാം ഇന്ത്യയിലെ ഫാഷിസ്റ്റ് ഹിന്ദുത്വ ഗവൺമെൻറ് അതിന് മുഴുവൻ നിയന്ത്രിക്കുകയും ഓൾമോസ്റ്റ് നിരോധിക്കുന്ന ഫലത്തിൽ നിരോധനം പോലെ ആയിട്ടുണ്ട്. അത്തരം ഫണ്ടുകളും നല്ല ഫണ്ടുകളൊക്കെ തന്നെ നിന്നു. വാസ്തവത്തിൽ 90കളാണ്. ഇപ്പോൾ റീന മോഹൻ്റെ ആദ്യത്തെ ഇന്ത്യൻ സിനിമ ആക്ട്രസ് ഉണ്ട്, അവരെ കുറിച്ചിട്ടുള്ളൊരു ഫിലിമുണ്ട്. അതാണ് ഈ വീഡിയോയിലുള്ള നോൺ ലീനിയറിൽ ഞങ്ങളൊക്കെ മറ്റേ അനലോഗിൽ വർക്ക് ചെയ്ത് അനലോഗ് വീഡിയോയ്ക്കകത്തുള്ള ആദ്യത്തെ മനോഹരമായ ഡോക്യുമെൻ്ററികളിലൊന്നാണ്. അത് ആദ്യത്തെ കേരളത്തിൽ നടന്ന IV ഫെസ്റ്റ് എന്ന് പറഞ്ഞ് CDT സംഘടിപ്പിച്ച വീഡിയോ ഫെസ്റ്റിവലിൽ ആണ് പടം ഞാൻ ആദ്യം വരുന്നത്. അങ്ങനെ അക്കാലം മുതൽ പ്രത്യേകിച്ച് വീഡിയോ വന്നതും ഈ ഇന്ത്യൻ ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സ്, അനേക ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടാവുകയും 80കൾ മുതൽ ആണ് പരിസ്ഥിതി ഭൂഖനനത്തിനെതിരായിട്ടുള്ള സംഭവങ്ങൾ. പ്രധാനമായിട്ടും വോയിസ് ഓഫ് ബലിയപ്പാൾ എന്നുള്ള സിനിമയാണ്. അതുപോലെ ആനന്ദ് പട്വർദ്ധൻ്റെ ബോംബെ ഹമാര ഷഹർ പോലത്തെ ആദ്യകാലത്ത് അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു ഡോക്യുമെൻ്ററി സംസ്കാരമുണ്ട് ഇന്ത്യയിൽ. അത് ഒരുപാട് ഇന്ത്യ ഒരു ഇഷ്യൂസിൻ്റെ പ്രശ്നങ്ങളുടെ സാമൂഹിക പ്രശ്നങ്ങളുടെ പുതിയ നവസാമൂഹിക പ്രശ്നങ്ങൾ തുറന്നിടുന്ന ഒരു കാലമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ. മുഖ്യധാര രാഷ്ട്രീയക്കാർക്ക് അത് മനസ്സിലായിട്ട് പോലുമില്ല അക്കാലത്ത്. ഫെമിനിസ്റ്റ് ഇഷ്യൂസ് പൊന്തി വരുന്ന കാലത്താണ്. കേരളത്തിൽ പരിസ്ഥിതി മൂവ്മെൻറ്റ് വരുന്നത് 78 പോസ്റ്റ് അടിയന്തരാവസ്ഥ കാലം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുക. അപ്പം ഇത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് ശേഷമാണ് സൈലന്റ് വാലി സമരം ശക്തിപ്പെടുന്നത്. സൈലന്റ് വാലി സമരം തുടർന്നാണ് ഒരുപാട് എൻവയോൺമെൻറ്റലിസ്റ്റുകളും വീഡിയോ ആക്ടിവിസ്റ്റുകളും ഉണ്ടായത്. ഇപ്പോൾ KP ശശിയും C ശരത്ചന്ദ്രനും പോലത്തെ ബാബുരാജിനൊക്കെ പോലത്തെ ആക്ടിവിസ്റ്റുകൾ വീഡിയോ ആയിട്ട് ഇറങ്ങുകയാണ്. വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുത വസ്തുവാണ്, നിങ്ങളെന്ന് വിചാരിക്കുന്നവരല്ല. ഞാനൊക്കെ ആദ്യത്തെ വീഡിയോ ക്യാമറ ഒക്കെ കാണുന്ന അന്തം വിട്ടൊരു പുതിയ സാധനമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലത്താണ് അത് കുറച്ചുകൂടെ ഒരു റെഗുലേറ്റഡ് സിസ്റ്റമാറ്റിക്കായിട്ട് ഉള്ള ഫിലിം മേക്കിംഗ് ആയിട്ട് മാറുന്നൊരു കാലമാണ് 90കൾ. അപ്പോഴാണ് ഈ IV ഫെസ്റ്റൊക്കെ വരികയും അനേക സിനിമകൾ ഇന്ത്യയിൽ ഉണ്ടാവുകയൊക്കെ ഫണ്ടിങ് അതിനുണ്ടാവുകയും ഒരുപാട് തരം ഫണ്ടിങ്ങൾ അതിന് കിട്ടുകയും അങ്ങനെ സമാന്തരമായി നമ്മുടെ ഫീച്ചർ ഫിലിമിൻ്റെയും ഇൻഡസ്ട്രിയൽ എൻ്റർടൈൻമെൻറ്റ് സിനിമയ്ക്കും ഒക്കെ ബദലായിട്ട് ഉള്ളൊരു ഫിലിം മേക്കിങ്ങും സിനിമ കാണിക്കലും ഒക്കെ ഉണ്ടാകും. പരോക്ഷമായി തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ജോൺ അബ്രഹാമിൻ്റെ അമേറിയാൻ്റെ ഷൂട്ടിങ്ങും ജനങ്ങളെ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നു. അതിന് പാരലായിട്ടാണ് ശരത്ചന്ദ്രൻ ഒരു വലിയ പ്രൊജക്ടറുമായിട്ട് ഗൾഫിൽ കുറച്ചുകൾ ജോലി ചെയ്ത് ആ പൈസയ്ക്ക് ഒരു നല്ല പ്രൊജക്ടറൊക്കെ വാങ്ങി ശരത്ത് കേരളത്തിൽ വന്നിട്ട് ശരത്തിൻ്റെ ജീവിത ലക്ഷ്യം നാട്ടുകാരെ സിനിമ കാണിക്കുക എന്നുള്ളതായിരുന്നു. അനേകം കാസറ്റുകളായിട്ടാണ് കക്ഷി വരുന്നത്, 100 കണക്കിന് കാസറ്റുകളായിട്ട്. പിന്നെ അത് ഡോക്യുമെൻ്ററിയിലേക്ക് മാറുന്നു, ഡോക്യുമെൻ്ററി ഫിലിം മേക്കിങ്ങിലേക്ക് മാറുന്നു. മാവൂർ റയോൺസിലെ മാവൂർ സമരത്തിൽ ഒരു ആക്ടിവിസ്റ്റ് വീഡിയോ എന്താണെന്ന് ശരത്തും ശശിയൊക്കെ കൂടെ കാണിച്ചു കൊടുക്കുക. ശരിക്കും പല മാവൂർ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളെ സക്സസ് ആയതിൻ്റെ പിന്നിൽ പോലും ആ ഡോക്യുമെൻ്ററിയൊക്കെ റോളുണ്ട്. ഇപ്പം മാവൂർ സമരത്തെക്കുറിച്ച് ഡോക്യുമെൻ്ററി വെൽ മെയ്ഡായിട്ട് ഡോക്യുമെൻ്ററി ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ് മെയ്ഡ് സംതിങ്. അതാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ആക്ടിവിസ്റ്റ് പീരീഡും അതിൻ്റെ എസ്തറ്റിക് ബ്യൂട്ടി എല്ലാം ഒന്നിച്ച് വരുന്നൊരു കാലമാണ് 80s ഒടുവിൽ 90s തൃശ്ശൂർ ബേസ് ചെയ്ത് വിബ്ജിയോർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പുതിയ ഫോർമാറ്റ് ഫിലിം ഫെസ്റ്റിവൽ ആക്ടിവിസ്റ്റുകളുടെ ഗ്യാതറിംഗ് പ്ലേസും കൂടെ ആയിരുന്നു. ശരിക്കും
കേരളത്തിലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് LGBT നിവർന്നു നിന്ന് സംസാരിക്കാൻ ഒരു സ്ഥലം തൃശ്ശൂർ ഉണ്ടായി വരുന്നത് തന്നെ അതിനെ ചുറ്റിപ്പറ്റിയാണ്, ഈ ഫെസ്റ്റിവൽസിനെ ചുറ്റിപ്പറ്റിയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ ഒരു പ്രശ്നം അവതരിപ്പിക്കാനായിട്ട് വരുന്നൊരു വേദി അവിടെയാണ്. ഒരേസമയം ഫിലിം ഫെസ്റ്റിവലും ആക്ടിവിസ്റ്റ് ഗ്യാതറിംഗ് പ്ലേസും ആന്ധ്രയിൽ ആക്ടിവിസ്റ്റുകളായ ആന്ധ്രയിലെ ഗ്രാമീണരായിട്ടുള്ള സ്ത്രീകൾ ക്യാമറ പഠിച്ചു സിനിമ ഷൂട്ട് ചെയ്യുന്ന അവരുടെ ഇഷ്യൂസ് ഷൂട്ട് ചെയ്യുന്ന അവരൊക്കെ ഇവിടെ വന്ന് ഈ ഫെസ്റ്റിവൽ കവർ ചെയ്യുന്നുണ്ട്. ശരത്തും ശശിയും കൂടെയാണ് അവരെ പഠിപ്പിച്ചത്, വർക്ക്ഷോപ്പ് വെച്ച്. അങ്ങനെ അവരും കന്തമാലിലെ വലിയ സമരങ്ങൾ അവിടുത്തെ ആളെ കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യിപ്പിക്കുക. കന്തമാലിനെ കുറിച്ച് ശശിയുടെ പിൽക്കാലത്തെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്ററി ഒന്നും തന്നെ. അങ്ങനെ ആനന്ദും രഞ്ജൻ ബാലിയത്തും ഒക്കെ ഉള്ളപ്പോഴത്തെ ആളുകൾ അവരുടെ ഒരു ജനറേഷനിൽ നിന്ന് തുടങ്ങി ഇപ്പോഴും തുടരുന്ന ഒരു ട്രഡീഷൻ ഉണ്ട്. ഇപ്പോഴും അത് ടേക്ക് ഓവർ ചെയ്യാൻ ചെറുപ്പക്കാരില്ല, അവർക്ക് ഫണ്ടില്ല. ഒരു യുവ സംവിധായകൻ അദ്ദേഹം കാശ്മീരിനെ ബേസ് ചെയ്തൊരു മ്യൂസിക് വീഡിയോ ഒരു സിനിമ ഉണ്ടാക്കി, ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയിട്ട് അത് കാണിക്കാൻ പോലും പറ്റുന്നില്ല, ഗവൺമെൻറ് അനുവദിക്കുന്നു. അപ്പം ആനന്ദിൻ്റെ സിനിമയ്ക്ക് പോലും റെസ്ട്രിക്ഷൻസ് വന്ന ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിരുപദ്രവകരമായ വല്ല സിനിമ എടുക്കാനൊക്കെ ആയിട്ട് ഒരു പല ഫണ്ടുകളും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഡോക്യുമെൻ്ററിക്ക് പൈസ കൊടുക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ചാനലുകളെ ബേസ് ചെയ്തിട്ട് കവറേജ് പ്രോഗ്രാം പോലത്തെ സാധനങ്ങൾ എളുപ്പത്തിൽ ഡോക്യുമെൻ്ററി പോലെ ഷൂട്ട് ചെയ്ത് സിനിമ ഉണ്ടാവണം. കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ. പിന്നെ ഇപ്പം ഈ ചെറിയ വെബ് ചാനലുകൾ വന്നപ്പം ചെറുപ്പക്കാർ വോളണ്ടറി ആയിട്ട് കുറഞ്ഞ ചിലവിൽ ചെറിയ സാധനങ്ങൾ അത് കൂടുതൽ ഫിക്ഷൻ സിനിമയൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഡോക്യുമെൻ്ററി എന്ന് വിളിക്കാവുന്ന, അതിന് ഡോക്യുമെൻ്ററി എന്നുള്ള വേറെ വാക്ക് നമ്മൾ ഉണ്ടാക്കണം. വാസ്തവം അത്തരം സിനിമ ഒരു തേർഡ് ജോണർ ഓഫ് സിനിമ, മനുഷ്യരുടെ ജീവിതം അതുപോലെ പകർന്നു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വീക്കറാണ് ഇന്ത്യയിൽ നിന്ന് എൻ്റെ എനിക്ക് തോന്നുന്നു. 90കളിൽ 2000 വരെയും ഉണ്ടായിരുന്നത്ര സ്ട്രെങ്ത് അതിനില്ല. അതിന് കാരണം അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഗവൺമെൻറ് തന്നെ ഇടപെട്ട് വെട്ടിക്കുറച്ചതും ലോകം മുഴുവൻ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടതും താല്പര്യമില്ലാത്ത വർക്കുകൾ ചെയ്യാനുള്ള സാധ്യതകൾ കുറഞ്ഞതൊക്കെ പ്രധാന കാരണമാണ്. വളരെ ഏറ്റവും സങ്കടകരമായ പരിണതി അതാണ് നമ്മുടെ സിനിമയിലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് പക്ഷെ കുറച്ചുകൂടെ ഈസി ആയിട്ട് കവിതകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം മെഹബൂബ് എക്സ്പ്രസിനകത്ത് കുറച്ചുകൂടെ ഒരു അടുക്ക് ചിട്ട, ഇപ്പം നമ്മൾ പറയുന്ന ഒരു ഫോർമാറ്റ് ചിട്ടയിലേക്കല്ല, കുറച്ചുകൂടെ ഒരു കഥ ഒരാളോട് പറയുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ ഒരു കാര്യം വിവരിക്കുന്നത് പോലെയുള്ള ഫോർമാറ്റിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇത് പറഞ്ഞു വരുന്ന സമയത്ത് അതിലിപ്പം രജിസ്റ്ററിൽ പേരില്ലാതിരിക്കുന്ന ഐ ഡി കാർഡ്, അപ്പോൾ അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം രാജഗോപാൽ സാർ ഷെയർ ചെയ്യുന്ന അനുഭവമുണ്ട്, രജിസ്റ്ററിൽ പേരില്ലാതായി പോകുന്ന അനുഭവമുണ്ട്. അപ്പം ശരിക്കും ഒരു കാലത്ത് കാൽപ്പനികമായി കരുതിയ അല്ലെങ്കിൽ കവിതയായിട്ടുള്ള അല്ലെങ്കിൽ എഴുത്തുകൾ മാത്രമായിരുന്നത് റിയാലിറ്റി ആവുന്ന കാലഘട്ടം കൂടിയാണല്ലോ. ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഈ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കഴിഞ്ഞ പ്രത്യേകിച്ച് 2014 ശേഷം, അതിന് മുമ്പ് അതിനെ തുടങ്ങുകയും 2014 അത് പിന്നെ ഒരു നോർമൽസി ആയിട്ട് മാറുകയും ചെയ്ത ഒരു രാഷ്ട്രീയമുണ്ട് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ, ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ. അതൊരു വലിയ ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ ഒരു വലിയ ഭീഷണി തന്നെയാണത്. അത് ഈ രാജ്യത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അടിക്കല്ല് ജീർണമായിക്കൊണ്ടിരിക്കുകയാണ്. സാമുദായികമായ ഡിവൈഡ് ഞാൻ പറയേണ്ട കാര്യമൊന്നും വിശദീകരിക്കാനില്ല. അപ്പോൾ ആ ഡിവൈഡിൻ്റെ വലിയ വേദന എന്നൊക്കെ ഉണ്ടാകുന്നതാണ് അത്തരം കവിത പർട്ടിക്കുലർ തിരിച്ചറിക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പെയിൻഫുള്ളായിട്ട് അതൊന്നും അങ്ങനത്തെ കവിതയൊന്നും കഴിയുമെങ്കിൽ എഴുതരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വാസ്തവത്തിൽ അത്രയ്ക്ക് പെയിൻഫുള്ളാണ് അത്, കവിത എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല. മെഹബൂബ് എക്സ്പ്രസ് എന്നുള്ള കവിതയുടെയും എനിക്ക് ഒരുപാട് ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടിയ കവിതയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നേണ്ടതാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്. പക്ഷെ ആ സന്തോഷത്തെ വല്ലാതെ കെടുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതിൽ പറയുന്ന മെഹബൂബ് എക്സ്പ്രസ് പറയുന്ന പല കാര്യങ്ങളും പിന്നീട് സംഭവിച്ചു എന്നുള്ള പ്രഡിക്ഷൻ പോലെ. അപ്പോൾ പ്രൊഫൈസിങ് പോയായിട്ടത് മാറുകയാണ്. അതിൽ നമ്മൾ അഭിമാനിക്കേണ്ടതാണ് വാസ്തവത്തിൽ. എൻ്റെ ഉള്ളിൽ എവിടെയോ അഭിമാനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടാവില്ല. പക്ഷേ സ്റ്റിൽ അത് വലിയ സങ്കടകരമായൊരു സംഗതിയാണ്. അത് ദുരന്തം നമ്മൾ ആകുക എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് അത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഐഡൻറ്റിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഞാൻ എഴുതുന്നത്. ശരിക്കും അതിപ്പം എല്ലാവരും ബാധിക്കാൻ തുടങ്ങി, ബാധിക്കട്ടെ. ഇനി പലപ്പോൾ എന്ത് ചെയ്യാൻ, ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുള്ളൂ എന്നാണ് പലരും ധരിച്ചിരുന്നത്. സെക്കുലറിസ്റ്റുകളെയും VIP-കളെയും സമൂഹത്തിൽ പ്രിവിലേജുള്ള എല്ലാവരെയും അത് ബാധിക്കാൻ തുടങ്ങുന്നു. കുറച്ച് കഴിയുമ്പോൾ രാജ്യത്തെ മുഴുവൻ ജനതയും ബാധിക്കും. ഈ ദരിദ്രരും പാവങ്ങളും ആദ്യം കൊല്ലപ്പെടും എന്നുള്ളേ ഉള്ളൂ. ബാധിക്കുന്ന എല്ലാവരും ക്രമേണ മിഡിൽ ക്ലാസ്സിൻ്റെ വിചാരം നിങ്ങളിതൊന്നും ബാധിക്കില്ലെന്നാണ്, നിങ്ങൾ മരിക്കില്ലെന്നാണ് ഞങ്ങളുടെ വിചാരം. നമ്മൾ മരിക്കുകയും നമ്മൾ കൊല്ലപ്പെടും. അപ്പോൾ അത് ശ്രദ്ധിക്കണത്. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പ് പോലെയൊക്കെ ഈ കവിതകളുടെ ആ ഒരു പ്രൊഡിക്ഷൻ്റെ സ്വഭാവം, അത് ഭാവിയിൽ കവിതയ്ക്ക് പൊതുവെ ഉണ്ട് ആ സ്വഭാവം, ഭാവിയിൽ അർത്ഥം ഉണ്ടാവുക. അതിപ്പം ഏണസ്റ്റ് ഫിഷറോ മറ്റോ ആണ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. ഈ കാഫ്കയുടെ കാസിൽ പോലത്തെ കൃതി യുദ്ധത്തെ പ്രവചിച്ച കൃതി എന്നാണ് പറയുന്നത്.
കാഫ്കത്തിന് മുമ്പ് എഴുതപ്പെട്ടതാണ്. 27 മരിച്ചു കാഫ്ക. അപ്പം ഭാവിയിൽ വരാൻ പോണ 20ാം നൂറ്റാണ്ടിലെ ഭീഷണമായ മാരകമായ ജിനോസൈഡുകൾ അത് മുൻകൂട്ടി, യുദ്ധഭ്രാന്തിനെ അത് മുൻകൂട്ടി കണ്ടു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. വലിയ ലെഫ്റ്റ് നിരൂപകർ വരെ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പം കലയിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അഡ്വാൻസ്ഡ് ആയിട്ട് തിരിച്ചറിയും. പക്ഷികൾ ചിലതരം ഗ്രഹണ ബാധകളും അത് നേരത്തെ തിരിച്ചറിയുമെന്ന് പറയും, ലക്ഷണങ്ങൾ എന്ന് പറയുന്ന പോലത്തെ ഒരു എലമെൻ്റ് ഇതിൽ എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടാവാം. നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളോട് സത്യസന്ധമായിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കാൻ മാക്സിമം നോക്കുക, കോംപ്രമൈസ് ചെയ്യാതെ എഴുതാൻ പറ്റുക എന്നുള്ള അത്രേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കുമ്പോൾ പോലും കുഴപ്പമൊക്കെ വരും, നമുക്ക് പേടിയാവില്ലേ, ചിലപ്പോൾ പേടിയാകുമ്പോൾ നമുക്ക് എഴുതണ്ട നമ്മൾ വിചാരിച്ചു. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമ്മളെ തന്നെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് വാസ്തവത്തിൽ. അപ്പം ഞാൻ വേറൊരു കവിത എഴുതിയിട്ട് എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകൾ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ അത് പബ്ലിഷ് ചെയ്തത് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. കുറച്ച് നാൾ ഞാനും പേടിച്ച് വെച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് ഘട്ടത്തിൽ ഞാനത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. കേരളത്തിലാണൊന്നും സംഭവിച്ചില്ല, പക്ഷേ ഞാനത് മറാഠിയിലോ ഹിന്ദിയിലോ ആണ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ വിധി ചിലപ്പോൾ വേറെ ഒന്നാവുമായിരുന്നു, അതിൻ്റെയും അതെഴുതിയ ആളിൻ്റെയും. അപ്പോൾ അതൊക്കെ അത്രയും മോശപ്പെട്ട കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. തിരിച്ച് പാട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം മലയാള സിനിമ മലയാള ഇൻഡസ്ട്രിയിൽ മാത്രം നിൽക്കാതെ പല പല ഭാഷകളിലേക്ക് പോവാണല്ലോ. അപ്പോൾ പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ സബ് ടൈറ്റിലായിട്ട് വരുന്നു, OTT പ്ലാറ്റ്ഫോം വരുമ്പോൾ പലയിടത്തേക്ക് പോവാണ്. പക്ഷെ അതിൽ ഇപ്പം നമ്മളുടെ പാട്ടുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റീമേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ യഥാർത്ഥ സത്ത കിട്ടാതെ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒന്നാമത് ആ ട്രാൻസ്ലേഷൻസ് ഞാൻ കേൾക്കാറൊന്നുമില്ല. തമിഴിലും തെലുങ്കിലും ഒക്കെ പോകും, അത് ഞാനൊന്നും കേൾക്കാറില്ല. കേൾക്കാറ് മനഃപൂർവ്വം അങ്ങനെയല്ല, അങ്ങനെ ഒരു ദുരുദ്ദേശപരമായിട്ട് കേൾക്കാതിരിക്കുന്നതൊന്നുമല്ല. ഹാപ്പൻ ടു ബി ലൈക്ക് ദാറ്റ്. എൻ്റെ താല്പര്യങ്ങളിൽ പെടുന്ന കാര്യമല്ല. ഏതൊക്കെ റീമേക്ക് ചെയ്യുന്ന പോലും എനിക്ക് അറിഞ്ഞില്ല. പിന്നെ ചിലരിപ്പം ഉദാഹരണത്തിന് വിൻസെൻ്റ് എന്ന് പറയുന്ന കക്ഷി ജെയ്ക്സിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന കോർഡിനേറ്റർ ഉണ്ട്. കക്ഷി വേഗം വേണം അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വർഷം വേഗം. ഇപ്പം ഞാനിപ്പോൾ ചിലതൊക്കെ ആണെങ്കിൽ എനിക്ക് അംബീഷ്യസ് ആയിട്ടുള്ള വരികളിലൊക്കെ ആണെങ്കിൽ ഞാൻ ട്രാൻസ്ലേഷൻ ഞാൻ തന്നെ ചെയ്തൊരു കാര്യം, ചീത്ത ട്രാൻസ്ലേഷൻ കൊടുക്കുകയും സബ് ടൈറ്റിലെ. അപ്പം സബ് ടൈറ്റിൽ ചെയ്യുന്നവർക്ക് പാട്ട് അല്ലെങ്കിൽ സോങ് പൊയറ്റിക്കായ വരികൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തെറ്റ് വരാം, അവർ കുറ്റമല്ല. ഞാൻ പലതും ചെയ്ത് കൊടുക്കാറുണ്ട് സമയം ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവർ പറയാറുണ്ട് ഇത് കൊടുക്കണം, തെലുങ്കിൽ കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നതല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. പിന്നെ അതുപോലെ ചെയ്യുകയാണോ ചെയ്യുന്നത് എനിക്കറിയാം. ഞാൻ ചിലർ 1, 2 തവണ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പം ഞാൻ ഫുള്ളി ആ ടെക്സ്റ്റ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. ഏകദേശം ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക, പക്ഷേ ആ മൂഡും ഏകദേശം ആ സൗണ്ടും ഒക്കെ പിടിച്ചിട്ട് നമ്മൾ എഴുതും. കുറച്ചൊക്കെ ഞാൻ ഫോളോ ചെയ്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഒരു പാട്ട്. ദുൽഖർ സീതാരാമിലൊരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു രസകര ഒരു അനുഭവം ഉണ്ടായത്, ഈ കഴിഞ്ഞ മാസം ഞാൻ ബാംഗ്ലൂരിൽ ഒരു പോയട്രി ഫെസ്റ്റിവലിന്, ഒരു ചെറിയ സംഭവമാണ്, ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അത്ര കളർഫുള്ളായിട്ട് പരിപാടി. അവിടെ വെച്ചിട്ട് കന്നഡത്തിലെ ഒരു ലിറിസിസ്റ്റിനെ ഞാൻ പരിചയപ്പെട്ടു. അവിടുത്തെ പ്രധാന ലിറിസിസ്റ്റാണ്. അപ്പോൾ കക്ഷി ഈ പേമാരി എന്നുള്ള പാട്ട് അദ്ദേഹമാണ് കന്നഡത്തിലോട്ട് ചെയ്തത്. അപ്പോൾ അത് എഴുതിയ ഞാനാണ്. ഇപ്പോൾ കക്ഷിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ചായ എല്ലാം കുടിച്ച് കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. കക്ഷിക്ക് വലിയ ഹാപ്പിയായി. അപ്പം അങ്ങനെ തിരിച്ച് നമ്മൾ അവരുടെ ആരെങ്കിലും ചെയ്തവരെ കണ്ടുപിട്ടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുമായിരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ കേട്ടിട്ടൊന്നുമില്ല. പക്ഷെ തീർച്ചയായിട്ടും ഒറിജിനലായിരിക്കുമല്ലോ അത്. ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ടോട്ടോച്ചൻ ഒരു ലാൻഡ്മാർക്ക് ആയിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വായിച്ച പുസ്തകം ടോട്ടോച്ചാനാണ്. അപ്പം അതൊരാളുടെ ചൈൽഡ്ഹുഡ് മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു സംഗതി കൂടിയാണല്ലോ. അപ്പം ലോക സാഹിത്യത്തിലേക്ക് നമ്മളെ കൊണ്ടേക്ക് എത്തിക്കുന്ന, ഇവിടേക്ക് ലോകത്ത് പലയിടങ്ങളിൽ ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടെന്ന് എത്തിച്ചു കൊടുക്കുന്ന ഒരു മാധ്യമം കൂടിയാണല്ലോ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതിന് എത്രത്തോളം സീരിയസ് ആയിട്ട് മലയാള സാഹിത്യം നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്? നമുക്ക് ഒരുപാട് നല്ല ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. നിലവിൽ നമ്മുടെ ട്രാൻസ്ലേഷനുകളോടുള്ള സാറിൻ്റെ ഒരു ചിൽഡ്രൻ ലിറ്ററേച്ചറൊക്കെ ഇപ്പോൾ പരിഷത്തൊക്കെ പബ്ലിക്കേഷനൊക്കെ നിർത്തിയതിന് ശേഷം നല്ല ലിറ്ററേച്ചർ ഇറങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയാം. എൻ്റെ വായനയുടെ പരിമിതിയും കൂടെ കാണും കേട്ടോ. ഇപ്പോൾ ചിൽഡ്രൻ ലിറ്ററേച്ചറൊന്നും ഒരുപാട് ഞാൻ വായിക്കുന്നില്ല, ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അതിൽ സ്പെഷ്യലിസ്റ്റുകൾക്ക് ചോദിച്ചാൽ കുറച്ചുകൂടി അറിയാൻ പറ്റും. പക്ഷേ ട്രാൻസ്ലേഷൻ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. വലിയ നോവലുകളുടെ ഒക്കെ പ്രധാന പബ്ലിഷേഴ്സ് തന്നെ ചൂടപ്പം പോലെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം ഒറാം പാമുക്കനെ പോലത്തെ റൈറ്റേഴ്സിൻ്റെ ഒക്കെ പടപടപട വരുന്നുണ്ട്. അതൊരു സിൻഡിക്കേറ്റ് ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അതിന് ഭാഷ ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു 8-10 കൊല്ലം മുമ്പായിരിക്കണം സ്നോ എന്ന് പറയുന്ന പാമുക്കൻ്റെ നോവലിൻ്റെ മലയാളം കിട്ടിയപ്പോൾ ചുമ്മാ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി കുറച്ച് ഭാഗം. ഭയങ്കര വ്യത്യാസമാണ്, വ്യത്യാസം കൊള്ളത്തില്ല പലത്. അപ്പോൾ സിൻഡിക്കേറ്റ് ട്രാൻസ്ലേഷൻസ് ആണ് അവരെ പറഞ്ഞു കേട്ടു. അത് കുറഞ്ഞ ചിലവിൽ ഇത് മലയാളത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പവിദ്യ. അത്തരം ഒരു കൾച്ചർ വളരെ മോശമായിട്ട് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്ക് അറിയാം. പക്ഷേ അത് നല്ല പാശാലതയെ പോലത്തെ രാധികാസിനെ പോലത്തെ അവരൊക്കെ നല്ല പുസ്തകങ്ങൾ ഇപ്പം ഉംബർട്ടോ എക്കോയും
വർഗാസ് യോസയുടേത്, പിന്നെ അവർ എൻ ജി ഉണ്ണികൃഷ്ണ മാഷ് തന്നെ, നമ്മുടെ കവി എൻ ജി ഉണ്ണികൃഷ്ണൻ വർഗാസ് യോസ ചെയ്തിട്ടുണ്ട്, ആശാലത് ചെയ്തിട്ടുണ്ട്, മൈ നെയിം ഈസ് റോസ് അവള് പിന്നെ രാധികൻ്റെ സുഹൃത്തും കൂടെ അവരൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല ട്രാൻസ്ലേഷൻ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അവർ ശരിക്കും പിന്നെ ദാമോദരൻ്റെയും നിലീന അബ്രഹാമിൻ്റെയൊക്കെ പാരമ്പര്യത്തിലുള്ള ട്രാൻസ്ലേറ്റേഴ്സായിട്ട് തന്നെ കൊണ്ട് അവർ ഒറിജിനൽ റൈറ്റേഴ്സിന് കൊടുക്കുന്ന അതേ റെസ്പെക്ട് കൊടുക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ മറിച്ച് ഇതുവരെ സിൻഡിക്കേറ്റ് ട്രാൻസ്ലേഷൻ നിരുത്സാഹപ്പെടുത്തപ്പെടുകയാണ്. അപ്പോൾ ഉള്ള മാർക്കറ്റിൻ്റെ ഒരു ഫാഷൻ അനുസരിച്ചുള്ള പബ്ലിക്കേഷനെ കേരളത്തിൽ പോകുള്ളൂ. ചിൽഡ്രൻ ലിറ്ററേച്ചറിന് കാര്യമായൊരു സ്ലോട്ട് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പണ്ട് കുറച്ച് നാൾക്ക് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ റൂബൻ ഡി ക്രൂസ് എൻ്റെ ചെയർമാനൊക്കെ ആയിരുന്ന കാലത്ത് നല്ല പുസ്തകം ഞാനും ഒക്കെ അവർക്ക് കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് ഞാനിപ്പോൾ അതുമായിട്ട് സഹകരിക്കാറില്ല. അവർ തളിരിലൊക്കെ പണ്ട് ഞാനിപ്പോൾ കവിത പോലും എഴുതിയിരുന്നു, കുട്ടികൾക്ക് വേണ്ടി കവിത എഴുതിയിരുന്നു കാലത്ത്. ഞാൻ മാത്രമല്ല പലരും എഴുതിയിരുന്നു. സുഗമ ടീച്ചറായിരുന്നു അന്ന് എഡിറ്റർ. ടീച്ചർ മരിച്ചതിന് ശേഷം ഒക്കെ ഉള്ള അവസ്ഥ എനിക്ക് അറിയില്ല, ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നത്. പക്ഷേ അതിൽ നല്ല വർക്കുകൾ വരുന്നുണ്ട്. പിന്നെ ദേവിക ഈ ഇടയ്ക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ദേവിക ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് ഉള്ളതുപോലെ തന്നെ പ്രധാനമാണ്. ദേവിക പണ്ട് മുതലേ ചിൽഡ്രൻ ലിറ്ററേച്ചറിൽ വളരെ സ്പെഷ്യലി ഇപ്പോൾ വിസാർഡ് ഓഫ് ഫോഴ്സ് ഒക്കെ ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പരിഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പം ഞങ്ങളാണ്ട് ഒരേ പ്രായക്കാരൊക്കെ അക്കാലത്ത് എന്നെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വേഗത്തിലും എഫിഷ്യൻസിയോടെയും അവൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ദേവിക ചെയ്യുന്നുണ്ട്. അങ്ങനെ ചില ഫിക്ഷൻ റൈറ്റേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ടാവും. മലയാള നോവലുകളുടെ വിവർത്തനങ്ങൾ ഇംഗ്ലീഷിലോട്ട് ചെയ്യുന്നൊരു വലിയ ട്രെൻഡും നല്ല എഫിഷ്യൻറ്റ് ട്രാൻസ്ലേറ്റേഴ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് മാർക്കറ്റ് പ്രഷർ കൊണ്ട് ചെയ്യുന്ന കൃതികളും കാണും അതിൻ്റെ അകത്ത്. പക്ഷേ സ്റ്റിൽ മാത്രമല്ല മലയാളം നോവലിനൊരു അഡ്രസ്സ് വരാൻ തുടങ്ങി. പല വർക്കുകളും ലൈം ലൈറ്റ്. ഇപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണെങ്കിൽ വളരെ പ്രിയപ്പെട്ട സ്വന്തം സഹോദരി ആണ് പിന്നെ സന്ധ്യ മേരി. സന്ധ്യ ചെറുപ്പത്തിൽ നല്ലപോലെ വായിക്കുമെങ്കിലും ഒന്നും എഴുതിയിരുന്ന ആളല്ല. പണ്ട് വളരെ പെട്ടെന്നാണ് സന്ധ്യ കുറേശ്ശെ ഇംഗ്ലീഷിലൊക്കെ എഴുതുമായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് രഹസ്യമായിട്ട്. കുറേ പെട്ടെന്ന് കഥകൾ എഴുതാൻ തുടങ്ങുന്നു, കഥകൾ കുറച്ച് പബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ടും അവളൊരു ലോങ് ഫിക്ഷൻ എഴുതിയോടുകൂടിയാണ് സന്ധ്യ വലിയ റൈറ്ററായിട്ട് മലയാളത്തിൽ മാറുക. അതൊക്കെ വലിയ ഞങ്ങളെയൊക്കെ വലിയ സന്തോഷിപ്പിച്ചൊരു കാര്യമാണ്. സന്ധ്യയുടെ നോവലിന് അത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടും. നല്ല നോവലാണ്. നമ്മുടെ ഫിക്ഷനിൽ പിന്നെ ട്രാൻസ്ലേഷൻ്റെ കാര്യത്തിലൊരു അങ്ങോട്ടുള്ള ട്രാൻസ്ലേഷൻ്റെ ഒരു ലോകം ഉണ്ടായി വന്നു. നല്ലതാണ്. മലയാളത്തിന് മലയാളം അറിയിക്കുന്നുണ്ട്. കാര്യം നമ്മൾ ബംഗാളിയിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ എത്രയോ കൃതികൾ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മുടെ അയൽ ഭാഷകളൊന്നും അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ അത്രയും ഒരു കൺസേൺ കാണിക്കാതിരുന്നിട്ടുണ്ട്. നമ്മുടെ വലിയ നോവലുകൾ അത്തരം ഭാഷകളൊന്നും എനിക്കറിയില്ല, കുറവാണ്. ഇപ്പം ചെമ്മീൻ വന്നിട്ടുണ്ടായിരിക്കും. ചെമ്മീൻ എല്ലായിടത്തും ഒരു പോപ്പുലർ നോവലാണ്. ബഷീറിൻ്റെ കൃതികൾ വന്നിട്ടുണ്ട്, ബഷീറിൻ്റെ എല്ലാം വന്നിട്ടുണ്ട്. എനിക്കറിയില്ല, കുറച്ച് വന്നിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും വ്യാപകമായി ഇപ്പോൾ കയർ വന്നിട്ടുണ്ടോ? കയർ വരേണ്ട ഒരു കൃതിയാണ്, വലിയ കൃതിയാണ്. നമ്മൾ ലോകഭാഷ എന്ന് പറയപ്പെടുന്ന ഫ്രഞ്ചിലോ ഇംഗ്ലീഷിലോ എന്തിന് ടർക്കിഷിലാണ് എഴുതപ്പെട്ടെങ്കിൽ പോലും അതിപ്പം വലിയ ആഘോഷിക്കപ്പെട്ടു. ടർക്കിഷൊക്കെ ഇപ്പം ഓതൻറ്റിക് നോവൽ ഭാഷയുടെ പാമുക്കൊക്കെ വന്നതിന് ശേഷം അങ്ങനെ ആയിട്ടുണ്ട്. സ്പാനിഷ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഇനി ഉണ്ടായി വരുമായിരിക്കും. ഇതിന് ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻസിന് തന്നെ ഒരു ഇന്ത്യൻ സൗത്ത് ഏഷ്യൻ മാർക്കറ്റ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. വേൾഡ് പ്രത്യേകിച്ച് യൂറോപ്യൻ മാർക്കറ്റിൽ ഒന്നും ഈ നോവലുകൾ എത്തുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ വേറെ ചോദ്യമാണ്, ഇപ്പോൾ അവന്മാർ വായിച്ചില്ലെങ്കിൽ നമുക്കെന്താ? അങ്ങനെ ഒരു ആലസ്യം ഇവിടെ ഉണ്ടെന്നോ? അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പം എല്ലാ അമേരിക്കയിലും യൂറോപ്പിലും തന്നെ ഉള്ള വായിച്ചാലേ ലോക അംഗീകാരമാവണമെന്നൊന്നുമില്ലെന്നേ. ഇന്ത്യയിലെ മറ്റു ഭാഷക്കാർക്ക് വായിക്കാൻ വേണ്ടി ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കവിതയുടെ ട്രാൻസ്ലേഷൻ ഇസ് അനദർ ആക്ടിവിറ്റി. അത് കവികൾ തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഞങ്ങളൊക്കെ കവിത വായിക്കുന്ന ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ്. ഞങ്ങൾക്ക് മാർക്കറ്റൊന്നും പ്രശ്നമില്ല. അത് കാവ്യ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. അത് ലോകം മുഴുവൻ കവികൾക്കിടയിലാണ് നടക്കുന്നത്. കവികൾക്കിടയിൽ ആ ഒരു നെറ്റ്വർക്ക്, ഒരു സമാന്തര ജീവിതം. ഉറുമ്പുകൾക്ക് മണ്ണിലും സമാന്തര ജീവിതം ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് മണ്ണിൽ. കവികളുടെ സമാന്തര ജീവിതത്തിൻ്റെ ലോകമാണ് കവിതകളുടെ വിവർത്തനം. അതിൻ്റെ ബ്യൂട്ടി കവികൾക്കിടയിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ടെന്നാണ്. കവികൾക്കിടയിൽ നല്ല കവിതാ വായനക്കാർ കവികൾ തന്നെയാണ്. അത് മലയാളത്തിലും ഉണ്ട് കേട്ടോ. പിന്നെ ചില പ്രത്യേക സോഷ്യൽ കോസിൻ്റെ ഒക്കെ കാലത്ത് സച്ചാനന്ദനൊക്കെ ലാറ്റിൻ അമേരിക്കൻ കവിത ചെയ്യുന്നത്, അതുപോലെ ചില പ്രത്യേക പൊളിറ്റിക്കൽ ജംഗ്ഷനുള്ള ട്രാൻസ്ലേഷൻസിന് വേറെ പ്രാധാന്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനത്തെ അത്തരം വിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ടാവില്ല. പക്ഷെ നിശബ്ദമായിട്ട് കവിത ഭൂമിക്കടിയിലെ ഉറുമ്പുകളെ പോലെ സഞ്ചരിക്കുന്നുണ്ട് ഭാഷകളിൽ നിന്നും ഭാഷകളിലേക്ക്. ഇന്ത്യൻ ഭാഷകളിൽ തന്നെ അതിൻ്റെ പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സിനിമയുടെയും സാഹിത്യത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പല പല വഴികളിലേക്കാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതും നമ്മുടെ സംസാരം പോയതും. ഇപ്പം ഇതിൻ്റെ പല വഴികൾ കടന്നു പോവുകയാണ്. ഇപ്പം ഗാനരചന വരെ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഒരുപാട് നറിഷ് ചെയ്ത് പല പല മേഖലകളിലേക്ക് അൻവർ അലി എന്ന് പറയുന്ന എഴുത്തുകാരനെ കൊണ്ടെത്തിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഈവനിങ്.
ഞാനിപ്പം നമ്മൾ ആട് ഇല കടിക്കുന്ന പോലെ ഓരോന്ന് കടിച്ചു കിടക്കുന്നതെന്നാണ് ഞാൻ സ്വയം എന്നെ കുറെ ഇലകൾ കടിക്കാൻ പറ്റട്ടെ. അതിൻ്റെ പരിമിതികളും അതിൻ്റെ ചില ഗുണങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അത്ര അപ്രീഷിയേറ്റ് ചെയ്തതിലും സന്തോഷം. അപ്പം നന്നായി ഇരിക്കട്ടെ. അത് സന്തോഷം. താങ്ക് യു സർ.